അന്നം അത് ലോകനാഥൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അന്നം നൽകിയ ലോകനാഥനെ മറന്നുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്ന് നമ്മൾ ഈ അന്നം നിറയ്ക്കുന്നത് യുദ്ധങ്ങൾ മൂലം വീടും നാടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഉസ്മ എന്ന പെൺകുട്ടി ഞാൻ ദത്തെടുത്ത 4 കുട്ടികളിൽ ഒരാളാണ്. ഇവൾക്ക് തലസീമിയ എന്ന് പറഞ്ഞ ഒരു അസുഖവും കൂടിയുണ്ട്. ഒരു ദിവസം 1000 രൂപയുടെ ഇഞ്ചക്ഷൻ വേണം ഈ കുട്ടിക്ക്. എന്നാലും ഈ കുട്ടി എല്ലാ ജോലിയും ചെയ്യുന്നു, സ്കൂളിൽ ഫസ്റ്റാണ്. നമുക്ക് ഈ കുട്ടിക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് 1000 രൂപയുടെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കണമെങ്കിൽ ഏകദേശം ഒരു 20 ലക്ഷം രൂപ വരുന്ന ഒരു ഓപ്പറേഷൻ അത്യാവശ്യമാണ്. അതിന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് സാധിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ വാങ്ങിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനി എത്ര നാൾ കൊണ്ടു നടക്കാൻ കഴിയും എന്നെനിക്ക് അറിയില്ല. എന്തായാലും ഈ മാസത്തെ മാസത്തിൽ 100 വീടുകളിലേക്കാണ് നമ്മൾ 5 കിലോ അരി വീതം കൊടുക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയത്. പക്ഷേ പല മാസങ്ങളിലും കൊടുക്കാൻ സാധിക്കാറില്ല. കാരണം എൻ്റെ കൂട്ടുകാരായ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും അങ്ങനെ പൈസ ഉണ്ടാവില്ലല്ലോ. ഉള്ള സമയത്തൊക്കെ നിങ്ങൾ അയച്ചു തരുന്നുണ്ട്, അത് വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഉസ്മയുടെ അനിയനാണ് ഇത്. 4 കുട്ടികളെ അനാഥരാക്കിക്കൊണ്ട് അവരുടെ പിതാവ് ഒരു ദിവസം ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ്. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് അവരെന്നെ കാണുന്നത്. അന്നും തൊട്ട് ഇന്നോളം ഇവരെൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ കാർഡുകൾ എണ്ണുന്നത് 100 കാർഡുകൾ ഓരോ വീടുകളിലും കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വാങ്ങാതിരിക്കാനും ആർക്കും കിട്ടാത്ത ആളുകൾ, അർഹരായ ആളുകൾക്ക് കിട്ടാത്ത ആളുകൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഏകദേശം ഒരു 2000 വീടുകളുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ആകെ 100 പാക്കറ്റ് അരിയാണ്. അപ്പോൾ അത് ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അവരുടെ വീടുകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അധികവും വിധവകൾക്കും വയസ്സായ ആളുകൾക്കുമാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത്. ഓരോ കാർഡുകളും കൊണ്ടുവരുമ്പോൾ നമ്മളത് അവർക്ക് ഓരോ എണ്ണി കൊടുക്കുക. അവർക്കത് ആ കാർഡും കൊണ്ടുവരുമ്പോൾ ഒരു അധികാര അവകാശത്തോടു കൂടി വാങ്ങാം. ദാനം വാങ്ങുന്നത് പോലെ ഒരു ഫീൽ അവർക്ക് ഉണ്ടാവാതിരിക്കാനും ഈ കാർഡ് വിതരണം സഹായിക്കും. കാരണം അവരെന്തെങ്കിലും ഒന്ന് തന്നിട്ടാണ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഒരു കാർഡാണെങ്കിൽ ഒരു കാർഡ് അവർക്ക് അർഹതപ്പെട്ട ഇതാണ്, എനിക്കത് വേണം എന്ന് പറഞ്ഞ് കൊണ്ട് അവരാ കാർഡ് കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളത് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊരു ദാനം വാങ്ങുന്നത് പോലെ ഓച്ചാനിച്ച് നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യം അവർക്കില്ല. അവർക്ക് അർഹതപ്പെട്ട കാർഡ് അവർക്ക് ലഭിച്ചു. ആ കാർഡ് കൊണ്ടുവന്ന് വരുമ്പോൾ ധൈര്യമായിട്ട് വന്ന് വാങ്ങിയിട്ട് പോകാം. ഇവരൊക്കെ വിധവകളാണ്. യുദ്ധം മൂലം ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഒരുപാട് വിധവകൾ ഇവിടെയുണ്ട്. അവരെ തേടി കണ്ടുപിടിച്ച് അവർക്കും അതുപോലെ വയസ്സായ വീട്ടിലാരും ഇല്ലാത്ത മക്കൾ നഷ്ടപ്പെട്ട, യുദ്ധം മൂലം തന്നെ മക്കൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്കും നമ്മളിത് കൊടുക്കും. അതുപോലെ ഈ യുദ്ധങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ, അതായത് ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ച ആളുകളാണ് ഇവർ. ഒരുപാട് മർദ്ദനങ്ങളേറ്റ ആളുകളാണ്. പലർക്കും ഈ കാണുന്ന പോലെയല്ല, ജോലിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കും നമ്മളിത് വിതരണം ചെയ്യാണ്. എല്ലാ മാസവും 100 വീടുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ നടക്കാറില്ല. ഒരുപാട് മാസങ്ങൾ നമ്മളത് ചെയ്തു. പക്ഷേ ഈ മാസം ഒരു 4 മാസം നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പം അത് കൊടുക്കാൻ സാധിച്ചു. ഈ ഒരു റമദാൻ മാസത്തിൽ കൂടുതൽ ആളുകൾക്ക് അരി വിതരണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളൊക്കെ കൂടി സഹായിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊണ്ടുമൊക്കെ നമുക്ക് അവരുടെ സഹായം സ്വീകരിച്ച് ചെയ്യാം. നിങ്ങൾക്കൊക്കെ നേരിട്ട് വന്ന് നിങ്ങളുടെ കൈ കൊണ്ട് ഇത് കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട്. എന്തായാലും ഒരു പാക്കറ്റിന് നമുക്ക് 200-250 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഈ കാണുന്ന നമ്പറിൽ. ഇത് ആയിഷയാണ്. ആയിഷയുടെ 2 ഓപ്പറേഷൻ നമ്മൾ ചെയ്തു കൊടുത്തു. അവൾക്ക് മുൻപ് വായയുടെ ഭാഗത്ത് വലിയൊരു ഹോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവൾക്ക് ഇത്രയും ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒരു ഓപ്പറേഷനും കൂടി ചെയ്താൽ പൂർണ്ണമായി അവൾക്ക് സംസാരിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അതിനെ സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് അതിനു വേണ്ടിയും സഹായിക്കാം. നമുക്ക് ആ ഓപ്പറേഷൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇതിന് ശേഷം ചെയ്യണം. എന്തായാലും ഈ അന്നദാനത്തിനായി സഹായിച്ച എല്ലാ ആളുകൾക്കും അവരർഹിക്കുന്ന അനുഗ്രഹം സർവശക്തനായ നാഥൻ നൽകട്ടെ
ഇതിപ്പോൾ ഒരു 5 കിലോ അരി ആണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ പ്രതിഫലം ഇരട്ടിയായി ലഭിക്കുന്നതിന് വേണ്ടി സർവശക്തനോട് ദുആ ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചിലപ്പോൾ സഹായം ചെയ്തേക്കാം. എന്തായാലും ഇതുപോലുള്ള എല്ലാ മാസവും ഇവർക്ക് ഒരു 5 കിലോ അരി കൊടുക്കാൻ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അത് നിങ്ങളെല്ലാവരും കൂടി സാധിപ്പിച്ചു തരണമെന്ന അപേക്ഷയോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സഹോദരൻ ഹാരിസ് രാജ്. Sana. Arvina, ala yang hari lagi saya coba. Yang bilang Malaysia. Ini tuh cuma sedikit. Gas kadang-kadang. Apa